ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രണ്ട് ഈസി ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഐറ്റമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. ഒന്ന് ഒരു ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ളൊരു ഐറ്റവും ഒന്ന് പീച്ചിങ്ങ കൊണ്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ഐറ്റമാണ്. ആദ്യം നമുക്ക് ഉണക്കച്ചെമ്മീൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 250 ചെമ്മീൻ അതിൻ്റെ തലയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. 10-20 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി നമുക്കൊന്ന് ചതച്ച് മാറ്റി വെക്കാം. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പേറ്റ് വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലൊരു കളറും നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം. അതുവരെ ഇത് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കളർ കുറച്ചും കൂടെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ ഇതാ ചെമ്മീനൊക്കെ മൂത്ത് ഞാനൊന്ന് എടുത്ത് നോക്കി, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നല്ലൊരു മണവും വന്നിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്കിതൊന്ന് കോരി മാറ്റാം. ചെമ്മീനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. ചെമ്മീൻ ചിലപ്പോൾ ഉപ്പ് കാണും കേട്ടോ. ഞാനീ വാങ്ങിയ ചെമ്മീൻ അത്ര ഉപ്പുള്ള ചെമ്മീനല്ലായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്തിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പ് നല്ല മൂത്ത് നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അരപ്പെല്ലാം ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം കേട്ടോ. അരപ്പെല്ലാം നന്നായി പിടിച്ച് കിട്ടി നല്ല മൂത്ത് നല്ലൊരു മണം വരും ചെമ്മീനും കൂടെ ചേർത്ത് കഴിയുമ്പോഴേ. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ ഉലർത്ത് ഇത് മാത്രം മതി കേട്ടോ ചോറിന്. വേറെ കറികളൊന്നും വേണ്ട. ഇത് അല്പം മതി കേട്ടോ. ഇതിൻ്റെ മണം മാത്രം മതി. ചോറ് പോകുന്ന വഴി അറിയത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത് കേട്ടോ. ഇനി അടുത്തായിട്ട് നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഈ ഒരു മെഴുക്കുവരട്ടി മാത്രം മതി. നല്ല ചൂട് ചോറിൻ്റെയോടൊപ്പം ഈ ഒരു മെഴുക്കുവരട്ടി മാത്രം മതി. നമുക്ക് ചോറ് പോകുന്ന വഴിയേ അറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പീച്ചിങ്ങയാണ് കേട്ടോ. അധികം മൂക്കാത്ത അധികം വിളഞ്ഞു പോകാത്ത പീച്ചിങ്ങ നോക്കി വാങ്ങുമ്പോൾ. ഇനി നമുക്കിതിൻ്റെ ആ നാരൊക്കെ ഉണ്ടല്ലോ, ആ നാരൊക്കെ ഒന്ന് കളഞ്ഞ് തൊലിയൊക്കെ ഒന്ന് ചീവി കളഞ്ഞിട്ട് നേരത്തെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതുകൊണ്ട് ഇവിടെ ഞാൻ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ കിട്ടിയത്. ഇനി മെഴുക്ക് പുരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാണ് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, ഇതും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ സവാളയും ഒരു 5-6 ചുവന്നുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയ്ക്ക് പകരം മൊത്തം ചുവന്നുള്ളി ചേർക്കുന്നതാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയും എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ഉള്ളിയുടെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് ചതച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പീച്ചിങ്ങ ഉണ്ടല്ലോ, പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം. പീച്ചിങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പീച്ചിങ്ങയിൽ വെള്ളം ഓൾറെഡി ഉള്ളതാണ്. അപ്പം അല്ല ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇതങ്ങ് വെന്ത് കുഴഞ്ഞ് അലിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം, കുറച്ച് വെള്ളം മതി. കാരണം ഇതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് വേണ്ടി മാത്രം
ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് മതി. പീച്ചിങ്ങയെല്ലാം വെന്ത് കിട്ടും. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാനതൊന്ന് തുറന്ന് നോക്കിയതുകൊണ്ട് പീച്ചിങ്ങയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഒന്ന് വറ്റിച്ചെടുക്കാം. തുറന്നിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെന്ത് പോകും. അപ്പോൾ അതാ വെള്ളമെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ 2 വിഭവങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക.